പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനവുമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് ആണ്. അദ്ദേഹത്തെ ദൈവം ഇന്ന് ശക്തമായി ഉപയോഗിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് ഇന്ന് നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഇന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, തുടർന്ന് ഇത് യൂട്യൂബിലൂടെ ഒക്കെ കേൾക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ ചുരുക്കമായിട്ട് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, കരുണാസമ്പന്ന നീതിമാനുമായ ദൈവമേ, അവിടുത്തെ തിരുപ്പാദ പീഠത്തിൽ കർത്താവേ, ഇങ്ങനെ ദൈവമേ അവിടുന്ന് കർത്താവെ ഒരു ദൈവമേ സുമീറ്റിക്കായിട്ട് അടിങ്ങൾക്ക് കൂടുവാൻ ദൈവവചനം പഠിക്കുവാൻ സ്വർഗം സഹായിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം ദൈവമേ. ഇത് കർത്താവെ ലീഡ് ചെയ്യുന്ന ലാലുപാസനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് വചനം പഠിപ്പിക്കുന്ന ദൈവദാസനെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന അടിയങ്ങളെ എല്ലാവരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്ന നാഥ കർത്താവെ. ഇത് പഠിക്കുക മാത്രമല്ല കർത്താവെ, ദൈവമേ അനേകരുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുവാനും തക്കവണ്ണം ദൈവമേ അടിയങ്ങളെ ദൈവം പിന്നെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ കർത്താവേ. സ്തോത്രം ദൈവമേ. സ്വർഗീയ സാന്നിധ്യം ദൈവമേ അടിയങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു മണിക്കൂർ ഇരുപ്പാൻ സ്വർഗം അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മറവിൽ അടിയങ്ങളെ മറച്ചാട്ട് കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലവും അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ നാമത്തിൽ ചോദിക്കുന്നു, ദയുണ്ടായി കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ ജെസ്സി വർഗീസ്. ദൈവം സഹായിക്കട്ടെ. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസനെ തുടർന്ന് ക്ലാസ്. ഇന്നലെ നമ്മുടെ പ്രിയ സിസ്റ്റർ റീന ഐസക്കിന്റെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. നമ്മുടെ പാസ്റ്റർ മാത്യു പി തോമസും പ്രിയ ബ്രദർ ജിനു സ്റ്റീഫനും ഒക്കെ പോകുവാനിടയായി തീർന്നു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാനും കുറച്ച് ദിവസങ്ങളായി ഡാലസിലായിരുന്നു. ദൈവം സഹായിച്ചാൽ ഇന്ന് വൈകിട്ട് ഞങ്ങൾ നാട്ടിൽ തിരിച്ച് ദോഹയ്ക്ക് പോവുകയാണ്. ഇവിടെ കടന്നു വന്ന് നമ്മുടെ പല പ്രിയപ്പെട്ടവരെ കാണുവാൻ ഒക്കെ ദൈവം സഹായിച്ചു. എല്ലാവരുടെ സ്നേഹ സൽക്കാരങ്ങളിലൊക്കെ ദൈവം സഹായിക്കട്ടെ. തുടർന്ന് ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ ജോർജ് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് നിങ്ങളോടുകൂടി ആയിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം. ഇന്നലെ പാസ്റ്റർ ലാലു ജേക്കബ് ഞങ്ങളുടെ അഗാപ്പെ ചർച്ചിൽ ഉണ്ടായിരുന്നു. പാസ്റ്റേഴ്സ് അപ്രീസിയേഷൻ വീക്ക് ആയിരുന്നു. അത് പാസ്റ്റേഴ്സ് അപ്രീസിയേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത് കർത്താവിൻ്റെ ദാസനും അവിടെ വന്ന് അതിൽ പങ്കുകൊള്ളുവാൻ തക്കവണ്ണം കർത്താവ് സാവകാശം ഒരുക്കി. അവരുടെ മടക്കയാത്ര കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഈ ബുധനാഴ്ച 48ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ലൈഫ് പാർട്ട്ണർ ശാന്തമെന്ന് വീട്ടിൽ വിളിക്കും. ശാന്ത എന്നാണ് ഒഫീഷ്യൽ പേര്. ശാന്ത വർഗീസ്. ഷീ ഈസ് ഓൾസോ സ്റ്റുഡൻറ്റ് ഇൻ ദ ബൈബിൾ ക്ലാസ്. വളരെ പ്രാർത്ഥനാവീരായ ഒരു ദൈവദാസയാണ്. ശാന്തമയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. നിങ്ങളുടെ ഉത്സാഹവും താല്പര്യവും വചനം പഠിക്കുവാനുള്ളതായ താല്പര്യവും ഞാൻ വളരെയധികമായിട്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വചനം പഠിക്കുന്നതോടൊപ്പം തന്നെ ചിലരെ ഞാൻ ആഗ്രഹിക്കുന്നത്, ചിലരെ കർത്താവിലേക്ക് നയിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതായ സംഗതി എൻ്റെ ഈ ഡിസ്പ്ലേ കാണാമോ? ഓക്കെ. സുവിശേഷ ദൂതിന്റെ സാരാംശം എന്തായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ആഴ്ച വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് വിശുദ്ധ ദൈവമക്കൾ വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള 12 കാരണങ്ങൾ. അത് ഇന്ന് ഒട്ടുമുക്കാലം സംസാരിക്കുന്നതാണ്. വരുന്ന ആഴ്ചയുടെ അത് ആ ഭാഗം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് പേഴ്സണൽ ഇവാഞ്ചലിസം, വൺ ടു വൺ ഇവാഞ്ചലിസം, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. എനിക്ക് കുറച്ച് ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ 12 കാരണങ്ങൾ, ദൈവമക്കൾ വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള 12 കാരണങ്ങൾ
ഓക്കെ. ഒന്ന്, വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവഹിതപ്രകാരം ഉള്ള ഒരു സംഗതിയാണ് നാം വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ളത്. 1 തെസ്സലോനിക്കർ 4:3-4 വാക്യങ്ങൾ പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ലാറ്റിനിൽ നിന്നുള്ളതായ പദപ്രയോഗം അതിൻ്റെ സെയിൻറ്റ് എന്നാണ്. അപ്പം സാങ്ക്ടിഫിക്കേഷൻ നമ്മളിൽ ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത 4-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരങ്ങളിലും വിശുദ്ധീകരണത്തിലും മാനത്തിലും, കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രങ്ങളെ നോക്കിക്കൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലും മാനത്തിലും കാത്തുകൊള്ളേണ്ടത് ദൈവത്തിൻ്റെ ദൈവഹിതപ്രകാരമുള്ളതായ ശുദ്ധീകരണത്തിൻ്റെതായ ഒരു ഭാഗമാണെന്നാണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ കാണുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒന്നാമതായിട്ട് ആ വാക്യം, ഒന്നാമത് നമ്മൾ പാപസ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിക്കണം. പാപസ്വഭാവങ്ങൾ ഉപേക്ഷിക്കാതെ വണ്ണം വിശുദ്ധീകരണം എത്ര നടത്താനായിട്ട് ശ്രമിച്ചാലും അത് സക്സസ്ഫുൾ ആകത്തില്ല, വിജയം ആകത്തില്ല. 2, നാം തന്നെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പാത്രത്തെ എന്നവിടെ പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നിശ്ചയമായിട്ടും അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നമ്മൾക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇല്ലാതെ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാനൊക്കെയില്ല. 2, വിശുദ്ധ ജീവിതം ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ഒരു നിർദ്ദേശമല്ല, ഒരു കൽപ്പനയാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം. അപ്പം ദൈവം നമ്മളെ വിളിച്ചതായ ദൈവം വിശുദ്ധനാണ്. അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ജീവിതചര്യകളിലും, എല്ലാ ജീവിതത്തിൻ്റെ നടപ്പെന്ന് പറഞ്ഞാൽ കാലം കൊണ്ട് നടക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്, എല്ലാ ജീവിതത്തിൻ്റെതായ തുറകളിലും നമ്മൾ വിശുദ്ധി പാലിക്കണം. അതിന് കാരണം, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു കൽപ്പനയാണ്. അതങ്ങനെ എഴുതിയിരിക്കുന്നതിനാൽ നിങ്ങൾ വിശുദ്ധരാകണം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എവിടെയാണ് എഴുതിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസ് കോട്ട് ചെയ്യുന്നത് ലേവ്യ പുസ്തകം 11:44-45 വാക്യങ്ങളാണ്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധനായിരിക്കണം എന്ന് അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് നമുക്ക് ലേഖനം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വിശുദ്ധനാകേണ്ടതിൻ്റെ ആ കാരണമെന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധനാണ്. ദൈവം നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ വേണ്ടി ഇസ്രായേൽ മക്കളോട് പറയുന്നു, മിസ്രയീമിൽ നിന്ന്, അവരുടെ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതായ ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച് വെളിയിൽ കൊണ്ടുവന്നത് ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ ജനം എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടതായ ഒരു ജനം, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള ഒരു ജനം ആയിത്തീരേണ്ടതിന് വേണ്ടിയാണ്. അതൊരു കൽപ്പനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ കാര്യം, വിശുദ്ധീകരണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിനാലാണ്. Sanctification is because God has chosen us. എഫേസ്യർ 1:4 പറഞ്ഞിരിക്കുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പം ദൈവം, നമ്മൾ ദൈവഭാഗത്ത് വന്നതും നമ്മൾ രക്ഷിക്കപ്പെട്ടതും ഇതൊന്നും ഒരു പെട്ടെന്നുള്ളതായ പ്ലാനല്ല. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായി തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. തക്ക സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിച്ചതായ വേളയിൽ നമ്മൾ മാനസാന്തരത്തിലേക്ക് വരുവാനും രക്ഷയിലേക്ക് വരുവാനും ഇടയായി. പക്ഷെ ദൈവം അത് തിരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിന് മുമ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മളെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എത്രയോ അത്ഭുതകരമായ നിലയിൽ ദൈവത്തിൻ്റെ നിത്യനായ ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ നമ്മളെയും തിരഞ്ഞെടുത്തു എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വസ്തുത തന്നെയാണ്.
നാലാമത്, ദൈവം നമ്മളെ വിളിച്ചതിനാലാണ് നാം വിശുദ്ധീകരണം പാലിക്കേണ്ടത്. ഓക്കെ, ദൈവം നമ്മളെ അശുദ്ധിക്കല്ല, വിശുദ്ധിക്ക് അത്രേ വിളിച്ചത്. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത് വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുവാനാണ്. 2 തിമോഥെയോസ് 1:9 പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മളെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്, അപ്പം എല്ലാ ഭാഗം വായിക്കുന്നില്ല. സോ ഗാഡ് ഹാസ് സേവ്ഡ് us ആൻഡ് കോൾഡ് us with a holy calling. നമ്മുടെ ജീവിതത്തിലുള്ളതായ രക്ഷ വിശുദ്ധമായിട്ടുള്ളതാണ്, നമ്മുടെ ജീവിതത്തിലുള്ളതായ വിളി വിശുദ്ധമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണം, വിശുദ്ധീകരണം പ്രാപിക്കണം. അത് അതിൻ്റെ 4ാമത്തെ കാരണമാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത്, നാം ദൈവത്തെ ആരാധിക്കേണ്ടത് വിശുദ്ധിയിലായിരിക്കണം. ലൂക്കോസ് 1:74 75 വാക്യങ്ങൾ, നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമമാകുന്നു. അപ്പം ദൈവമക്കൾ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കണം. അപ്പം നമ്മുടെ ആരാധന എന്ന് പറയുന്നത് തികച്ചും വിശുദ്ധമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി, ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ വചനപ്രകാരം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസോടുകൂടി അങ്ങനെ നാം മുന്നോട്ട് പോകുന്ന അങ്ങനെ ഒരു ആരാധന ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആരാധനയും സർവീസും അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് 74ാമത്തെ വാക്യത്തിൽ, ടു ഗ്രാൻഡ് us that we might delivered to grant us that being delivered from the hand of our enemies might serve him without fear. അതാണ് സെർവിങ് എന്നുള്ളത് പദപ്രയോഗമാണ്, ആരാധിക്കാൻ എന്നവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. 6ാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, നാം വിശുദ്ധീകരിക്കപ്പെട്ടത് യേശുവിൻ്റെ രക്തത്താലാണ്. എബ്രായർ 13:12 പറയുന്നത്, അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. Therefore Jesus also, that he might sanctify the people with his own blood. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, അത് നമ്മളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം മതിയായതാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തം കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, അതോടൊപ്പം തന്നെ നാം ഒരു വിശുദ്ധ ജനമായി തീരുവാൻ വേണ്ടിയാണ്. അവിടെ എബ്രായർ 9:12 കാണുന്നത്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല. പഴയ നിയമത്തിലുള്ളതായ ശുദ്ധീകരണം എന്ന് പറയുന്നതാണ് അവരുടെ പാപങ്ങളെ കവർ ചെയ്യുക, മൂടുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ വെച്ച് സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. See, with the blood of goats, but with his own blood. ഈ ഭാഗം ചില തെറ്റിദ്ധാരണകൾക്ക്, ചില തെറ്റ് വ്യാഖ്യാനത്തിനും ഒക്കെ കാരണമായി തീർന്ന് കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ പ്രസംഗം കേട്ടിട്ടുള്ളതാണ്, ഞാൻ സ്വന്തം രക്തം വഹിച്ചുകൊണ്ട്, യേശു മരിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വന്തം രക്തം വഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട്. നല്ല ഉദ്ദേശത്തിലായിരിക്കും വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സമയത്താണ് യേശുവിൻ്റെ രക്തം ഇങ്ങനെ കളക്ട് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക വരയ്ക്കുന്നതായ ചില ചിത്രങ്ങളിലും മറ്റും ഞാൻ കണ്ടിട്ടുണ്ട്, യേശുവിൻ്റെ സൈഡിൽ വെച്ച് വിലാപ്പുറത്ത് കുത്തിയതായ സന്ദർഭത്തിൽ ദൂതന്മാർ വന്ന് അവിടെ യേശുവിൻ്റെ രക്തം ഇങ്ങനെ കളക്ട് ചെയ്യുന്നതായിട്ട്. അതൊക്കെ കേവലം മിഥ്യയാണ്, കേവലം അനുമാനമാണ്. കാൽവറി ക്രൂശിൽ യേശു മരിച്ചതായ വേളയിൽ സകലവും നിവൃത്തിയായി എന്ന് പറയുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, രക്ഷയ്ക്ക് ശേഷമുള്ളതായ സകലത്തിന് വേണ്ടിയുള്ളതായ സകല പ്രവൃത്തികളും നിവൃത്തിയായി, ടെറ്റ്ലസ്റ്റായി എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി പെർഫെക്റ്റ് ആക്കി എന്നാണ്. അതിനുശേഷം പിന്നീട് ഒരു കാര്യം ചെയ്യേണ്ടതായ ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഈ നിവൃത്തിയായി എന്ന് യേശു പറഞ്ഞതിന് അർത്ഥമില്ലാതെ വരും. അപ്പോൾ ഇവിടെ സ്വന്തം രക്തത്താൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ബൈ ഹിസ് ഓൺ, ബൈ ദ പ്രോസസ് ഓഫ് ഷെഡിങ് ഹിസ് ഓൺ ബ്ലഡ്. ആ രക്തം ചൊരിച്ചാൽ എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ നമുക്ക് എടുക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ധാരാളം കാര്യങ്ങൾക്ക് നമ്മൾക്ക്
വ്യാഖ്യാനം കൊടുക്കേണ്ടി വരും. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർത്ത്. അപ്പം 1, വിശുദ്ധീകരണം ദൈവത്തിൻ്റെ ഹിതമാണ്. 2, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. 3, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിനാലാണ്. 4, ദൈവം നമ്മെ വിളിച്ചതിനാലാണ്. 5, നാം ദൈവത്തെ ആരാധിക്കേണ്ടത് വിശുദ്ധിയിലായിരിക്കണം. 6, നാം വിശുദ്ധീകരിക്കപ്പെട്ടത് യേശുവിൻ്റെ രക്തത്താലാണ്. ഇത്രയുമാണ് നമ്മൾ ചിന്തിച്ചത്. 12 കാരണങ്ങളാണ്. 7ാമത്തെ കാരണം, നാം വിശുദ്ധീകരിക്കപ്പെട്ടത് യേശുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി ഒരുക്കുവാനാണ്. നാം കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി നാം ഒരുങ്ങണമെങ്കിൽ നമ്മൾ വിശുദ്ധ ജീവിതത്തിൽ നയിക്കണം. അത്യാവശ്യമാണ്. ഓക്കെ, 1 തെസ്സലോനിക്കർ 5:23 പറയുന്നത്, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അവിടെ പിന്നെ പറഞ്ഞിരിക്കുന്നത് സാധാരണ ദേഹവും ദേഹിയും ആത്മാവും എന്നുള്ള നിലയിലാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും പൂർണ്ണമായി അശേഷം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യരായി വെളിപ്പെടുമെണ്ണം കാക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾക്ക് ഒരു സമ്പൂർണമായുള്ള നമ്മുടെ ദേഹത്തിൻ്റെയും ദേഹിയുടെയും ആത്മാവിൻ്റെയും, ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ചിന്താഗതികളുടെ ആ ഭാഗങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ ദേഹം എന്ന് പറയുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ആത്മാവ് എന്ന് പറയുന്ന ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവോടെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ സമ്പൂർണമായി ശുദ്ധീകരിക്കുമാറാകട്ടെ, അല്ലെങ്കിൽ മുഴുവനായും ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുന്ന വേളയിൽ അതിൻ്റെ 5:23 കാണുന്നുണ്ട്. 2 പത്രോസ് 3:11 കാണുന്നത്, ഇങ്ങനെ ഇവയൊക്കെയും അഴുവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ദൈവ ദിവസം എന്ന് പറഞ്ഞാൽ വരുവാനിരിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ ഒരു കോപ ദിവസമുണ്ട്. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഭക്തി വിശുദ്ധമായിട്ടുള്ളതായിരിക്കണം. അത് കാരണം അത് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാനുള്ളതാണ്. അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ദൈവസഭ എന്ന് പറയുന്നത് വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂടുവരനുള്ളതാണ്. ചർച്ച് ഒരു ക്ലബ്ബല്ല. ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരിക്കപ്പെട്ടതായ ദൈവമക്കളുടെ ഒരു ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്ന വേളയിൽ കൊരിന്തിലുള്ളതായ ദൈവസഭയ്ക്ക് ആ സഭയുടെ സവിശേഷതകൾ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊരിന്തിലുള്ള ദൈവസഭ ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും, അതിനകത്ത് നമ്മുടെ സഭകളെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അങ്ങനെ വിളിക്കപ്പെട്ടതായ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മളെ വിശുദ്ധൻ എന്ന് വിളിച്ചതാണ്. അല്ലാതെ ആളുകൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ സഭ പ്രഖ്യാപിക്കുന്നതല്ല. ഇത് ജീവിക്കുന്നതായ ദൈവസഭയിലെ അംഗങ്ങളാണ്. അപ്പോൾ ഇവിടെ 1 കൊരിന്ത്യർ 1:2 കാണുന്നത് ദൈവസഭ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഒരു കുടിവരവാണ് എന്നുള്ളത് നാം മറന്നു കളയരുത്. യൂദായുടെ ലേഖനം 1-ാമത്തെ വാക്യം, യൂദായിൽ 1 അധ്യായമേ ഉള്ളൂ, അതുകൊണ്ടാണ് യൂദ 1 എഴുതിയത്. യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു. ആ സ്നേഹിക്കപ്പെട്ടു എന്നുള്ളതായ പദപ്രയോഗം വാസ്തവത്തില് മൂലഭാഷയില് സാങ്ക്ടിഫൈഡ് എന്നാണ്. യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ അതിൻ്റെ ബ്രാക്കറ്റിൽ, അത് എൻ്റെ എഡിറ്റോറിയൽ വർക്കാണ്. വിശുദ്ധീകരിക്കപ്പെട്ടും സൂക്ഷിക്കപ്പെട്ടും എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക്. ഓക്കെ, Jude, a bond servant of Jesus Christ and brother of James, to those who are called, sanctified by God the Father and preserved in Jesus. അപ്പം സഭ ദൈവത്താൽ വിളിക്കപ്പെട്ടതാണ്,
സഭ ദൈവത്താൽ പിതാവായ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് വേണ്ടി സംരക്ഷിക്കപ്പെട്ട ആളുകളാണ്. 9ാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായതിനാൽ നമ്മൾ അത് വിശദമായി പാലിക്കണം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധി എന്നാണ്. ജീവിതത്തിലെ സകല അശുദ്ധിയും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അതിൽ വിശുദ്ധി പെർഫെക്റ്റ് ആകാൻ ഉള്ള നിലയല്ല, നമ്മൾ ആ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓക്കെ, therefore having these promises, beloved, let us cleanse ourselves from all filthiness. അതുകൊണ്ടാണ് filthiness എന്നുള്ള വാക്കാണ് ഈ കന്മഷം എന്നുള്ള പദപ്രയോഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. filthiness of the flesh and the spirit. ഫ്ലഷ് എന്ന് പറയുന്നത് നമ്മുടെ സോപ്പിട്ട് തേച്ചാൽ മാറ്റുന്ന അതിൻ്റെ കാര്യത്തിലുള്ള, നമ്മുടെ ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിലുള്ളതായ ജീവിതത്തിൽ കാണാൻ ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ശുദ്ധീകരണത്തെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ മറ്റ് ചില മതങ്ങളിലും മറ്റും അവരൊക്കെ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുന്നതിന് മുമ്പേ അവരുടെ അമ്പലത്തിൻ്റെ കുളത്തിൽ പോയി കുളിച്ച്, അതെല്ലാം ജഡത്തിലുള്ളതായ ശരീരത്തിലുള്ളതായ അഴുക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ്. നമ്മളെ സംബന്ധിച്ചോളം ശരീരത്തിലുള്ളതായ അഴുക്ക് മാറ്റുന്ന വിഷയത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജഡജീവിതത്തിൽ, ലോകജീവിതത്തിൽ ഉള്ളതായ അതിൽ ഉള്ളതായ വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ കളങ്കം വരുത്തുന്നതായ എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിക്കണം. അത് നമ്മൾ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം. അത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകയാൽ, പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ളതാകയാൽ അത് വിശദമായി കാത്തുകൊള്ളണം എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ കൊരിന്ത്യർക്ക് എഴുതുന്നത്. ഓക്കെ, 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങൾ ഒരാൾ വായിച്ചാട്ടെ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നല്ലയോ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ഓക്കെ, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു എന്ന് നമ്മളെ എപ്പോഴും, നമ്മളെ തന്നെ ഒരു ബോധവൽക്കരണം, നമ്മളെ തന്നെ ഓർപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നമ്മളെ തന്നെ എപ്പോഴും ഒരു ബോധവൽക്കരണം നടത്തുകയാണെങ്കിൽ നമ്മൾക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ കുറെ കൂടെ എളുപ്പമാണ്. പലപ്പോഴും ഈ നമ്മൾക്ക് പൊതുവെ ഉള്ളതായ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവിന് പ്രസാദകരമല്ലാത്ത യാതൊന്നും സംസാരിക്കുകയില്ല, ചിന്തിക്കുകയില്ല എന്നുള്ളതായ കാര്യങ്ങൾ നാം നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുകയില്ല. ഓക്കെ, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10ാമത്തെ കാരണം, നമ്മുടെ വിശുദ്ധീകരണം യേശുവിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എങ്കിൽ തന്നെയും ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഏതാണ് സത്യം എന്ന് പറഞ്ഞാൽ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താലുള്ള ഒരു ശുദ്ധീകരണമുണ്ട്. കർത്താവ് പ്രാർത്ഥിച്ചത് അത് തന്നെയാണ്. സത്യത്താൽ അവരെ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെ ഉദ്ദേശമാണെങ്കിലും നമ്മളും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ പിൻപറ്റുന്നതായ ആളുകൾ എല്ലാവരും ആ ശിഷ്യഗണത്തിൽ പെടുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനത്താലുള്ള ശുദ്ധീകരണം എപ്പോഴും ആവശ്യമാണ്. 19ാമത്തെ വാക്യം, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. കർത്താവിനെ തന്നെ വിശുദ്ധീകരിക്കുക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകിച്ച് വേർതിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. കർത്താവ് ഇങ്ങനെ വിശുദ്ധി കുറവാണ്, ഇപ്പം വിശുദ്ധി കൂടുതലാണെന്നുള്ള അർത്ഥത്തിലല്ല. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചതാണ്, അവനിൽ പാപമേ ഇല്ല. ഇത് ആദ്യം ഉള്ളതായ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് അത് നമ്മൾ ഡീൽ ചെയ്തതാണ്. യേശുവിൻ്റെ സ്വഭാവം പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതിനുവേണ്ടി ദൈവത്തെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട്, ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വേർതിരിച്ച്
മാറ്റിവെക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു ഇവിടെ വന്നതായ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഓക്കെ, 11ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധ ജീവിതം അനുഗ്രഹ സമൃദ്ധിക്ക് കാരണമായി തീരുന്നു. ഓക്കെ, യോഹന്നാൻ 10:10 പറഞ്ഞിരിക്കുന്നത്, യേശു പറഞ്ഞത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും. അത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ്. അതാണ് ഇറ്റാലിക്സ് ഇട്ടിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ ആ ജീവൻ സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പദപ്രയോഗം സോയെ എന്ന് പറഞ്ഞിരിക്കുന്ന അത് ഗ്രീക്ക് ഭാഷയിലുള്ളതായ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ദൈവികമായിട്ടുള്ള ജീവൻ, അത് സമൃദ്ധിയായി നമ്മളിൽ ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിലയിലും അനുഗ്രഹപൂർണമായി തീരുവാനുള്ളത് ജീവനാണ്. അപ്പൊ നമ്മളെ തന്നെ ഓർപ്പിക്കണം, നമ്മളിൽ ഉള്ളതായ രക്ഷ എന്ന് പറയുന്നത് അസാധാരണമായുള്ള ഒരു രക്ഷയാണ്. ആ രക്ഷ മുഖാന്തരം നമ്മൾക്ക് വിശുദ്ധീകരണം പ്രാപിച്ച്, ആ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എബൗണ്ടിങ് ലൈഫ്, വർദ്ധിച്ചു വരുന്നതായ ഒരു ജീവനാണ്. ഓക്കെ, 12ാമത്തെ ഒടുവിലത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധ ജീവിതം മുഖാന്തരം നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് നമുക്ക് ധൈര്യം നൽകിത്തരുന്നതാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 3:20. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥനയുമുണ്ട്. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. ഓക്കെ, ഇവിടെ പ്രാഗൽഭ്യം എന്നുള്ളതായ വാക്ക് പലപ്പോഴും ആളുകൾ എനിക്ക് അതിന് പ്രാഗൽഭ്യമില്ല. വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആത്മധൈര്യം എന്നില്ല. നമുക്കതിനു വേണ്ടി ദൈവത്തിന് സന്നിധി നിൽക്കാനുള്ളതായ ഒരു പ്രാഗൽഭ്യമില്ല എന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. ആ പ്രാഗൽഭ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒരു ആത്മധൈര്യം, കോൺഫിഡൻസ്. ഓക്കെ, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ, പറയുമ്പോൾ പല ആൾക്കാരും എനിക്ക് പറയാറുണ്ട്, ചില ആളുകൾക്ക് യാതൊരു കുറ്റബോധമില്ലെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദൈവമക്കളായി കഴിഞ്ഞതിന് ശേഷം അവര് എന്തും പറഞ്ഞ് ദൈവത്തോട് ഒരു ക്ഷമ ചോദിക്കത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒഫൻഡ് ചെയ്യുകയാണെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കത്തില്ല. അപ്പം കഠിനമായിട്ട് ഓരോന്നിനും നമ്മൾ ന്യായീകരണം കണ്ടെത്തും. നമ്മൾ ദൈവസന്നിധിയിൽ ഒരു തെറ്റ് ഒരാളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ന്യായീകരിച്ച് പോകാതെ വണ്ണം, കർത്താവേ, ഞാൻ ആ വ്യക്തിയോട് ചെയ്തത് തെറ്റാണ്, എന്നോട് ദൈവമേ മനഃപൂർവ്വമായിട്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആ വ്യക്തിയുമായി കഴിയുമെങ്കിൽ അന്നേരം തന്നെ പോയി നിരപ്പ് പ്രാപിക്കാൻ ഒക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ല. കാരണം അത് നിരപ്പ് പ്രാപിക്കുന്നില്ല എങ്കിൽ അവിടെ കുറേശ്ശെ നമ്മൾ ന്യായീകരണം കണ്ടുപിടിക്കും. ന്യായീകരണം കണ്ടുപിടിച്ച് ദൈവത്തിൻ്റെ സ്ഥലത്ത് നിൽക്കുവാനുള്ളതായ ആത്മധൈര്യം നഷ്ടപ്പെട്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച്, കൽപ്പനകളെ പ്രമാണിക്കാതെ അവന് പ്രസാദമുള്ള ചെയ്യാനൊക്കത്തില്ലല്ലോ. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് നാം എന്ത് യാചിച്ചാലും, ഈ യാചിച്ചാലും എന്നുള്ളതായ വാക്ക് മൂലഭാഷയിൽ ചോദിക്കുക എന്നുള്ളതിന് മലയാളത്തിൽ യാചിച്ചു എന്ന് അവിടെ ആസ്ക് എന്നാണ്. ആസ്ക് ഈസ് നോട്ട് ബെഗിങ്. 22ാമത്തെ വാക്യത്തിൽ, ആൻഡ് വാട്ട് എവർ വി ആസ്ക് വി റിസീവ് ഫ്രം ഹിം ബിക്കോസ് വി കീപ് ഹിസ് കമാൻഡ്മെന്റ് ആൻഡ് ഡു ദോസ് തിങ്സ് വിച്ച് ആർ പ്ലീസിംഗ് ഇൻ ഹിസ് സൈറ്റ്. അപ്പൊ ശുദ്ധീകരണത്തിന്റെ ഒരു ഭാഗമാണ് വിശുദ്ധീകരണം. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിലുള്ളതായ വിശുദ്ധീകരണം. വിശുദ്ധീകരണത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായ വേളയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ടാണ് എബ്രായർ 4-ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ധൈര്യത്തോടുകൂടെ കൃപാസനത്തിലേക്ക് അടുത്തിയുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആത്മധൈര്യം ഉണ്ട്, നമുക്ക് ധൈര്യത്തോടുകൂടെ കൃപാസനത്തിലേക്ക് അടുത്തിൽ നിന്ന് പോകാനൊക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് പ്രയോജനമില്ല. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ഞാനത് എല്ലാ പോയിന്റും ഒന്ന് റിവ്യൂ ചെയ്യാണ്. ഒന്നാമത്, വിശുദ്ധീകരണം ദൈവത്തിന്റെ ഹിതമാണ്. രണ്ടാമത്, വിശുദ്ധീകരണം ദൈവത്തിന്റെ കൽപ്പനയാണ്. മൂന്നാമത്തത്, വിശുദ്ധീകരണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിനാലാണ്.
നാലാമത് വിശുദ്ധീകരണം ദൈവം നമ്മെ വിളിച്ചതിനാലാണ്. അഞ്ചാമത് നാം ദൈവത്തെ ആരാധിക്കേണ്ടത് വിശുദ്ധിയിലായിരിക്കണം. ആറാമത് നാം വിശുദ്ധീകരിക്കപ്പെട്ടത് യേശുവിൻ്റെ രക്തത്താലാണ്. ഏഴാമത്തത് യേശുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി നമ്മെ തന്നെ ഒരുക്കുവാനാണ്. 8 ദൈവസഭ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ കൂടുവരവിന് വേണ്ടിയാണ്. 9 നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകയാൽ നാം വിശുദ്ധീകരിക്കപ്പെടണം. 10 നമ്മുടെ വിശുദ്ധീകരണം യേശുവിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. 11 നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹ സമൃദ്ധിക്ക് കാരണമായി തീരും നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ. 12 നമുക്ക് പ്രാർത്ഥനയ്ക്ക് ധൈര്യം നൽകി തരും. ഇത്രയും ആണ് 12 വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ. അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനു മുമ്പ് ആർക്കെങ്കിലും ഒരു 1-2 മിനിറ്റ് കൊണ്ട് എനിക്ക് ഉത്തരം അന്നേരം പറയാനില്ല ഒക്കുന്നില്ല എങ്കിൽ അടുത്ത ആഴ്ച വരുന്ന സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന് മറുപടി ആയിരിക്കും തരുന്നതായിരിക്കും. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. ചോദ്യമില്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ വളരെ നന്നായിട്ട് വിശദീകരിച്ചു, അല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. രണ്ടാമത്തെ ചോദിച്ചാട്ടെ. വളരെ ക്ലിയർ ആയിരുന്നു പാസ്റ്ററെ. ഓ, ദൈവത്തിന് സ്തോത്രം. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക ന്യായവിധി വിശദീകരണത്തിൻ്റെതായ സെഗ്മെന്റ് കഴിഞ്ഞു. 11ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദൈവിക ന്യായവിധിയെക്കുറിച്ചുള്ള അറിവ്. ഇതിനെക്കുറിച്ച് പൊതുവെ ഒരു വേഗായിട്ട് ഒരു അവ്യക്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരുപാട് പേർക്കുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്നല്ല പറഞ്ഞ് ഒരുപാട് പേർക്കുള്ളത്. ഓക്കെ, എന്താണ് ദൈവിക ന്യായവിധി എന്നുള്ളത് നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഭാഗികമായിട്ടെങ്കിലും നമ്മൾ പറയാൻ തക്കണം ഇടയാകണം. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഇതൊന്നും പാലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. എനിക്ക് അറിയാവുന്ന യഹോവ സാക്ഷിക്കാരായിട്ടുള്ള ചില ആളുകളുണ്ട്. അവർ വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് they will be totally annihilated എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്തു പോകുമെന്നാണ്, ഇല്ലായ്മയായി പോകും. നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആളങ്ങ് ഇല്ലാതായി പോകും. ഞാൻ ചോദിച്ചെങ്ങനെ ആള് ഇല്ലാതാകുന്നത്? ദൈവത്തിൻ്റെ നിത്യനായ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ഇത് ഓർത്തിരിക്കുക. നമ്മളെ യഹോവ സാക്ഷികളെ നിങ്ങൾക്ക് അറിയാൻ വയ്യായെങ്കിൽ, നിങ്ങൾ അവരോട് മറുപടി പറയാൻ അറിയാൻ വയ്യായെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാൻ പോകരുത്. അവർ നിങ്ങളെ വളയ്ക്കത്തക്ക തെറ്റിക്കത്തക്ക നിലയിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നത് അവർ ദൈവത്തിനേ ഉള്ളതല്ല, പിശാചെന്നുള്ളതാണെന്നാണ്. കാരണം അവർ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരാണ്. യേശുക്രിസ്തു കേവലം ദൈവമേ അല്ല, അത് മീഖായേലിൻ്റെ വേറൊരു വെർഷനാണ് യേശു എന്ന് എവിടുന്നാണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ന്യായമൊന്നുമില്ല. എനിഹാ, അവർ വിശ്വസിക്കുന്നത് ന്യായവിധി എന്ന് പറയുന്ന സംഗതികളൊന്നുമില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതായ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭാപ്രസംഗയിലുള്ളതാണ്. അപ്പം സഭാപ്രസംഗിയുടെ പുസ്തകം നോക്കുന്നതായ വേളയിൽ ശലോമോന് തൻ്റെ പിന്മാറ്റക്കാലത്ത് എഴുതിയതായ ഒരു പുസ്തകമാണ് സഭാപ്രസംഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല വേദപണ്ഡിതന്മാരും അഭിപ്രായം ഉള്ളവരുണ്ട്. അപ്പം സൂര്യന് കീഴിൽ ഉള്ളതായ കാര്യങ്ങളെക്കുറിച്ചാണ് സഭാപ്രസംഗിയിൽ പറയുന്നത്. സൂര്യന് കീഴിൽ, അതായത് ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഓർത്തിരിക്കണം. അതല്ല വിഷയത്തിലേക്ക് വരാം. ദൈവിക ന്യായവിധി എന്നില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് നിത്യശിക്ഷാവിധി എന്ന് പറയാറുണ്ട്. എബ്രായർ 6-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ഒരാൾ വായിച്ചാട്ടെ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ച് മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ അതുകൊണ്ടെന്ന് പറഞ്ഞിരിക്കുന്നാൽ എബ്രായർ 5-11 മുതൽ 14 വരെ ആ ഭാഗം എടുക്കണ്ട. അതല്ല നമ്മുടെ വിഷയം. അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുള്ള കൈവെപ്പ് എന്നുള്ളത് ചേർക്കേണ്ടതായിരുന്നു. അത് ഞാൻ
എൻ്റെ കെയർലെസ്നെസ് കൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്തിരുന്നതാണ്. മാനസാന്തരം, ഓക്കെ, ലെറ്റ്സ് പുട്ട് ദാറ്റ് വേ. അതാ ഒരു മാനസാന്തരം, ഒരു ഉപദേശം. ദൈവത്തിലെ വിശ്വാസം, മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിലേക്കുള്ളതായ വിശ്വാസം. സ്നാനങ്ങളെക്കുറിച്ച്, സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ജലസ്നാനമുണ്ട്, പരിശുദ്ധാത്മ സ്നാനമുണ്ട്. ചില ആളുകൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം നടത്തുന്ന മോർമൺ സഭ അങ്ങനെയുള്ളതുണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കേണ്ട നമ്മൾ, കാരണം നമ്മൾ വിശ്വസിക്കാത്തതാണ്. അപ്പം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, മരിച്ചവരുടെ പുനരുത്ഥാനം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ്, പിന്നെ കൈവപ്പ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഓഫീസേഴ്സിന് വേണ്ടി ആളുകളെ കൈവച്ച് ഓർഡിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നിത്യശിക്ഷാവിധി, ആ നിത്യശിക്ഷാവിധി, ഇതെല്ലാം അടിസ്ഥാന ഉപദേശങ്ങളാണ്. എന്നിങ്ങനെയുള്ള അടിസ്ഥാനം ഫൗണ്ടേഷൻ പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ഇനിയും രണ്ടാമത്തെ വാക്യം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അടുത്ത വാക്യം, മൂന്നാമത്തെ വാക്യം വായിച്ചാട്ടെ. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഓക്കെ, നമ്മൾ ദൈവം അനുവദിക്കാതെ കൊണ്ടാണ് നമ്മൾ പരിജ്ഞാന പൂർത്തി പ്രാപിക്കാത്തതെന്ന് അർത്ഥമില്ല. ഞാനിത് എഴുതുന്നത്, അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നത്, അത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സംഗതിയാണ്, അത് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല ആൾക്കാർ ദൈവം അനുവദിച്ചാലെന്ന് പറയുന്നത് ചെയ്യാത്ത ദൈവം അനുവദിക്കാത്തത് കൊണ്ടാണ്, അത് ആ അർത്ഥത്തിലേ അല്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ കേവലം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലാതെ ഒരു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാനുള്ളതായ ഒരു താല്പര്യം നമ്മൾക്കുണ്ടാകണം. ആ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് പരിജ്ഞാനപൂർത്തി ഒന്നും പ്രാപിക്കാനൊക്കത്തില്ല. ഓക്കെ, പഴയ നിയമ വീക്ഷണത്തിൽ ജസ്റ്റ് മെയിൻ ഹൈലൈറ്റ്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. സവിസ്തരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോകുന്നില്ല. ഓക്കെ, ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് എന്ന് പറയുന്നത് പ്രോഗ്രസീവായിട്ടുള്ള സംഗതിയാണ്. പഴയ നിയമത്തിൽ കാണിക്കുന്നതിനേക്കാളും കുറേ കൂടെ വ്യക്തമായിട്ടുള്ള വെളിപ്പാടാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമ വീക്ഷണത്തിൽ യഹോവയായ ദൈവം തന്നെയാണ് ന്യായാധിപതി. സങ്കീർത്തനം 50:6. ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കയാൽ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം തന്നെ, അവിടെ യഹോവയായ ദൈവം. അതിന്റെ മുമ്പിലത്തെ ഭാഗം 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നോട് എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവേൻ. ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കയാൽ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കട്ടെ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം തന്നെയാണ് ന്യായാധിപതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഗാഡ് ഹിംസെൽഫ്, അല്ലെങ്കിൽ യഹോവയായ ദൈവം തന്നെയാണ് ന്യായാധിപതി. സങ്കീർത്തനം 75:7 പറഞ്ഞിരിക്കുന്നത് ദൈവം ന്യായാധിപതിയാകുന്നതിന് ആദ്യത്തെ ഭാഗം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ആ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവം ന്യായാധിപതിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സങ്കീർത്തനം 96:13 പറഞ്ഞിരിക്കുന്നത് അവൻ വരുന്നുവല്ലോ. ആരുടെ കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? യഹോവ വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ വരുന്നതായ വേളയിൽ യഹോവയല്ല, യഹോവ മനുഷ്യനായി അവതരിച്ച യേശു ആണ് വരുന്നത്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ദൈവത്തിന്റെ വരവിന്റെ സമയം, ദൈവത്തിന്റെ വരവ് ഭാഗികമായ സത്യമാണ്, പക്ഷെ ദൈവമല്ല വരുന്നത്, കർത്താവാണ് വരുന്നത്, യേശുവാണ് വരുന്നത്. അപ്പൊ നമ്മൾ കേവലം ദൈവവും വരാനുള്ള സമയം, ദൈവമാണ് വരുന്നത് എങ്കിൽ തന്നെയും വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം അവന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങി കാത്തിരിക്കുന്നത്. അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടി പിടിക്കും. അപ്പൊ നേരത്തെ തൻ്റെ ജനത്തെ വിധിപ്പാനുള്ളതായ കാര്യത്തെക്കുറിച്ചാണ് സങ്കീർത്തനം 50-ാമത്തെ അധ്യായത്തിൽ ആസാഫ് പറയുന്നത്. ആസാഫ് എഴുതിയ പുസ്തകമാണ്, സങ്കീർത്തനമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു അഡീഷണൽ ആയിട്ടൊരു സംഗതി പറയട്ടെ. പലപ്പോഴും ആളുകൾ ഒരു തെറ്റായ, സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ പേരാണ്. 1-ാം സങ്കീർത്തനങ്ങൾ വായിക്കുക, 1-ാമത്തെ സങ്കീർത്തനം ഏകവചനത്തിലാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഒരു പാട്ടുകളെന്ന് നമ്മൾ പറയാറില്ലല്ലോ.
അതുപോലെ തന്നെ ഒരു സങ്കീർത്തനം. അപ്പം സങ്കീർത്തനങ്ങൾ 96-13 അല്ല, സങ്കീർത്തനം 96-13. ഐ എം എ ടീച്ചർ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് പിക്കിയാണ്. കാരണം നമ്മൾ നമ്മൾ പറയുന്നതെല്ലാം ആൾക്കാർ ശ്രദ്ധിക്കുന്ന വേളയിൽ ഇവന് ഇച്ചിരി പരിജ്ഞാനം ഉള്ളതാണെന്ന് ആൾക്കാർ തോന്നണം. തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരിജ്ഞാനത്തോടുകൂടി വളർന്നു വരണം. ഓക്കെ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവ അവൻ വരുന്നായ വേളയിൽ അവന് ന്യായം വിധിക്കാനാണ് വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ആരെ വിധിക്കുന്നത്? ഭൂമിയെ മൊത്തമായി ന്യായം വിധിക്കും. ഭൂലോകത്തെ എന്ന് പറഞ്ഞാൽ അവിടെ വസിക്കുന്ന ആളുകളെ അവന്റെ ന്യായവിധി എന്ന് പറയുന്നത് നീതിയോടെയാണ്. ജാതികളെ, അത് യഹൂദന്മാർ മാത്രമല്ല, ജാതികളെയും വിശ്വസ്തയോടുകൂടി വിധിക്കും. ഓക്കെ. യെശയ്യാവ് 33:22 യെശയ്യാവ് 33:22 യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായദാതാവ്, ദാതാവ് എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ, യഹോവ നമ്മുടെ രാജാവ്, അവൻ നമ്മെ രക്ഷിക്കും. The Lord is our judge. The Lord is our lawgiver. The Lord is our king. He will save us. അപ്പോൾ രക്ഷിക്കുവാൻ കഴിവുള്ളതായ കർത്താവ്, ന്യായം വിധിക്കുവാൻ കഴിവുള്ളതായ കർത്താവ്, ന്യായദാതാവായ കർത്താവ്, രാജാവായ കർത്താവ്. അപ്പം യഹോവയുടെ പല ക്വാളിഫിക്കേഷൻസ്, അല്ലെങ്കിൽ ക്വാളിറ്റീസ്, സവിശേഷതകൾ അവിടെ എഴുതിയിരിക്കുകയാണ്. ഓക്കെ. പുതിയ നിയമത്തിൽ വരുന്ന വേളയിൽ അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു പിക്ചറാണ് കാണുന്നത്. പുത്രനായ ക്രിസ്തുവാണ് ന്യായാധിപതി. ഓക്കെ. ഇപ്പം പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. യേശു പറഞ്ഞതാണ്. ഓക്കെ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഓക്കെ. അപ്പം എല്ലാവരും പിതാവായ ദൈവത്തെ മാനിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന പോലെ, പുത്രൻ ആയ ക്രിസ്തുവിനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവായ ദൈവം ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. 23-ാമത്തെ വാക്യം, പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. അപ്പം ഞങ്ങൾ പുത്രനെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറയുമായിരിക്കും. എങ്ങനെയാ പുത്രനെ ബഹുമാനിക്കുന്നത്? പുത്രൻ ദൈവമാണെന്ന് അംഗീകരിക്കുന്നില്ല എങ്കിൽ നീ പുത്രനെ ബഹുമാനിക്കുന്നില്ല. യേശു കേവലം വന്ന ഒരു ഉപദേഷ്ടാവാണ്, ഗുരുവാണ് എന്ന് പറയുന്നത് യേശുവിനെ ബഹുമാനിക്കാണ്. യേശു കേവലം ഒരു ഗുരു മാത്രമല്ല, യേശു ദൈവം മനുഷ്യനായിട്ട് വന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. 5:26 വാക്യം, പിതാവിന് തന്നിൽ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ഉള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ യേശുവിന് മനുഷ്യപുത്രൻ എന്ന് കൊടുത്തിരിക്കുന്നതായ ആ ടൈറ്റിൽ ഉള്ളതിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയാമോ? അവന് പിതാവിനെ പോലെ തന്നെ ന്യായം വിധിക്കുവാനുള്ള അധികാരം പ്രാപിച്ചതുകൊണ്ടാണ് അവൻ മനുഷ്യനെ ന്യായം വിധിക്കണമെങ്കിൽ മനുഷ്യപുത്രനായി വന്നെങ്കിൽ മാത്രമേ മനുഷ്യനെ ന്യായം വിധിക്കാനൊക്കത്തുള്ളൂ. ഓക്കെ. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അധികാരം നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിന് ശേഷം, ഉയർത്തെഴുന്നേറ്റ ശേഷം, സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പേ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവൻ കടന്നു വന്ന് ആ പുത്രനായിട്ട് വന്ന് ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് മരണത്തെയും പാതാളത്തെയും ജയിച്ചു പോയ അധികാരം പ്രാപിച്ചതായ കർത്താവാണ് നമുക്കുള്ള ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പിതാവിന് അവൻ അതുകൊണ്ടാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം സ്വയംഭൂവായവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ആരും സൃഷ്ടിച്ചതല്ല, പിതാവിനെ ആരും സൃഷ്ടിച്ചതല്ല. അവൻ സെൽഫ് എക്സിസ്റ്റിംഗ്, സ്വയംഭൂവായതായ ദൈവമാണ്. അതുപോലെ തന്നെ പുത്രനും സ്വയംഭൂവാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്.
സി ഇതെല്ലാം അതിശ്രേഷ്ഠമായിട്ടുള്ള വെളിപ്പാടാണ് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായവിധിയുടെ ഉത്തരവാദിത്വം പിതാവ് ആയ ദൈവത്തിൽ നിന്നല്ല, അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിനല്ല. ആ ഉത്തരവാദിത്വം യഹോവയായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ട്രാൻസ്ഫർ ചെയ്തു, അതിന് പകർന്നു കൊടുത്തു. അത് കാരണം അവൻ മനുഷ്യപുത്രനാകയാലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ യേശു ന്യായം വിധിക്കുന്നതിന്റെ ബേസിസ് എന്താണെന്ന് നോക്കാം. യേശു ന്യായം വിധിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ആ ഭാഗം അവിടെ വെച്ച് വായിച്ചങ്ങ് നിർത്തരുത്. 42-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വചനം കൈക്കൊള്ളാതെ ഏറ്റുവാങ്ങാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. വിധിക്കുന്നവൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് കേട്ടാൽ തോന്നുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നും, അല്ലേ? പക്ഷെ വചനം എന്ന് പറയുന്നത് ഒരു ഇനാനിമേറ്റ് അല്ലെങ്കിൽ ന്യൂട്രൽ ജെൻഡർ ആണെങ്കിൽ വിധിക്കുന്നവൻ എന്ന് മാസ്കുലിൻ ജെൻഡർ പറയാനൊക്കത്തില്ല. പുല്ലിംഗത്തിൽ മാസ്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീലിംഗം, നപുംസകലിംഗം എന്ന് പറഞ്ഞാണ് നപുംസകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ വിധിക്കുന്നവനുണ്ട് എന്ന് പറയുന്നതാൽ പുല്ലിംഗമായിട്ട് പറഞ്ഞിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സംഗതി ദൈവത്തിന്റെ വചനത്തെ ഇവിടെ പേഴ്സോണിഫൈ ചെയ്താണ് പറയുന്നത്. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ആളുകളോട് പറയുമ്പോൾ ഇത് ദൈവമാണ് സംസാരിക്കുന്നത് എന്നുള്ള നിലയിൽ ആ ഗൗരവത്തോടുകൂടെ ഏറ്റുവാങ്ങണം എന്ന് നാം പറയുവാൻ നമ്മൾ മടിക്കരുത്. ഓക്കെ സുവിശേഷത്തിന്റെ ദൂതിന്റെ അടിസ്ഥാനമായിരിക്കും ന്യായവിധി. സുവിശേഷ ദൂതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന സുവിശേഷത്തിന്റെ ഗാഡ് വിൽ ജഡ്ജ് ഓൺ ദി ബേസിസ് ഓഫ് ഗാഡ്സ് വേർഡ്. സുവിശേഷം പറയുന്നതായ ആ ദൂത് ആളുകൾ കേൾക്കുമ്പോൾ അത് ആളുകളെ രക്ഷിക്കുന്നില്ല എങ്കിൽ അത് പിന്നീട് അത് ന്യായവിധിക്ക് കാരണമായി തീരും. റോമാ ലേഖനം 2:16 പറയുന്നത്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാൾ തന്നെ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പറയുമ്പോൾ അത് താൻ പേഴ്സണലൈസ് ചെയ്ത് എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ, ഏറ്റുവാങ്ങുന്നില്ല എങ്കിൽ അത് ന്യായവിധിക്ക് കാരണമായി തീരും. ഓക്കെ റോമാലേഖനം ഇബ്രായ ലേഖനം 4:12-13 വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതായ വാക്യമാണ്. വായിക്കാം. എബ്രായ ലേഖനം 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ജീവൻ നൽകി തരുന്നതാണ്, എനർജൈസ് ചെയ്യുന്നതാണ്, ചൈതന്യം നൽകി തരുന്നതാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ ഇപ്പോഴത്തെ ലേസർ ബീമിന്, വലിയ പവർഫുൾ ആയിട്ടുള്ള ലേസർ ബീമിന് ഇരുമ്പും ഒക്കെ തുളയ്ക്കാം എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ കോൺഷ്യൻസിനെ, നമ്മുടെ ഉൾബോധത്തെ പെനട്രേറ്റ് ചെയ്യുവാൻ കൊണ്ട് ലേസർ ബീമിന് കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം നാം കേൾക്കുന്നതായ വേളയിൽ, ഒരു വചനം കേൾക്കുന്നതായ വേളയിൽ ആ വ്യക്തിയുടെ
ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ പരിവർത്തനം ചെയ്യുവാൻ തക്കൊണ്ട് കഴിയും. സൈക്കോളജിക്കൽ പ്രോബ്ലം ആൾസോ ക്യാൻ ബി സോൾവ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരവും ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ ഒരിക്കൽ ഈ അമേരിക്കൻ ഗവൺമെൻറ് VA ഹോസ്പിറ്റലിൻ്റെ ചാപ്പിളിനായിട്ട് ഞാൻ കുറച്ച് നാൾ സേവനം ചെയ്തതാണ്. ഇവിടെ ഡാലസിലുള്ളതായ അവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ സൈക്കോളജിക്കൽ പ്രോബ്ലം, മെൻ്റൽ പ്രോബ്ലം ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു രാത്രിയിൽ എന്നെ വിളിച്ചു. ഒരു പേഷ്യൻ്റ് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ്, അവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഞാൻ ഓൺ കാളിൽ 24 hours അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ അവിടെ എനിക്ക് താമസിക്കാനൊരു മുറി തന്നിട്ടുണ്ട്. അവിടെ ഏത് സമയത്ത് വിളിച്ചാലും പോകണമെന്നുള്ള ഒരു കണ്ടീഷനാണ് ഇരിക്കുന്നത്. ഞാൻ അവിടെ ചെന്നായ വേളയിൽ ആ മുറിയിൽ ഒരു ചെറുപ്പക്കാരന് ഇറാഖിലെ യുദ്ധത്തിൽ ഇടപെട്ട് അവിടുത്തെ ഇതെല്ലാം കണ്ട് ആകെപ്പാടെ ഭയങ്കരമായിട്ട് അവരുടെ പേരൻസ് പോകുന്നതിന് മുമ്പ് ഹോപ്പ്ലെസ് ആയിട്ട് അവനവിടെ കിടന്ന് കുറേ നാൾ കിടന്നെങ്കിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവനോട് സാവധാനത്തിൽ എനിക്കറിയാവുന്ന ബുദ്ധി ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ, എനിക്ക് ഈ സൈക്യാട്രിക് പ്രോബ്ലം ഉള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഡീൽ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് വിഷ്ണു തരണേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വചനവും മറ്റും അവനുമായിട്ട് ഷെയർ ചെയ്ത് ഞാൻ അവനെ കാം ഡൗൺ ആയി. അപ്പം കാം ഡൗൺ ആകുന്ന സന്ദർഭത്തിൽ ആയതിനു ശേഷം ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇഞ്ഞു പോന്നു. അടുത്ത ദിവസം ഞാൻ ക്ലാസ്സിൽ, ഞങ്ങളുടെ ഈ ചാപ്ലിൻ ഇന്റേൺഷിപ്പ് ഒരു പ്രോഗ്രാമാണ്, അതിനുവേണ്ടി ക്ലാസ്സിൽ ചെന്നായ വേളയിൽ ഞങ്ങളുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അയാളുടെ PhD കാരനാണ്, സൈക്കോളജി PhD എടുത്ത മനുഷ്യനാണ്. അയാൾ എന്നെ അയാളുടെ ഓഫീസിൽ വിളിച്ചു. ഞാൻ വിചാരിച്ചാണ് ഞാൻ ഏതാണ്ട് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം കാണിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, ജോർജ് വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, എന്ത് സംഭവിച്ചതിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ ഇന്ന പേഷ്യൻറ്റ്, അവർക്ക് എല്ലാത്തിനും റെക്കോർഡുണ്ട്, ഇന്ന പേഷ്യൻറ്റിനെ നീ വിസിറ്റ് ചെയ്യാനായിട്ട് നീ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയെന്ന് പറഞ്ഞു. നീ എന്തോ അവിടെ ചെയ്ത്? അപ്പം നമ്മൾ അവിടെയൊക്കെ ചെന്ന് പ്രാർത്ഥിച്ചെന്നോ സുവിശേഷം പറഞ്ഞെന്നോ ഇതൊന്നും പറയാനും പാടില്ല. ഞാൻ ചോദിച്ചു, സംതിങ് ഹാപ്പൻ ടു ഹിം? നോ, ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് there's a total change in him. അവനെ നാളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഉള്ളിൽ അവിടെ വെച്ച് ഞാൻ സന്തോഷിച്ച് തുള്ളി ചാടേണ്ടതാ, പക്ഷെ ഉള്ളിൽ ഒന്നും പ്രതികരിച്ചില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്ത് എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയുടെ മഹാത്മ്യം ആ ഒരു സൈക്കോളജിസ്റ്റായിട്ട് സൈക്യാട്രിക് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണെങ്കിൽ തന്നെയും പരിവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സംഗതി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തത്. ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം ഏത് വ്യക്തിയിലും പരിവർത്തനം ചെയ്യുവാൻ കഴിവുള്ളതാണ്. അതിൻ്റെ 12ാമത്തെ വാക്യത്തിൽ അവിടെ ദൈവത്തിൻ്റെ വചനം ഉള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. 13ാമത്തെ വാക്യത്തിൽ അവന് മറിഞ്ഞിരിക്കുന്നത്, അത് ശരിയായിട്ട് ശരിയായിട്ടായിരുന്നു എഴുതേണ്ടതങ്ങ്, ട്രാൻസ്ലേഷൻ്റെ കാര്യമല്ല പറഞ്ഞു. അതിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എന്ന് പറയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവന് എന്ന് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്. അതും ഇതുമായിട്ട് വ്യത്യാസമൊന്നുമില്ല, ഒന്ന് തന്നെയാണ്. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ അവൻ്റെ കണ്ണിന് നഗ്നവും മരണവുമായി കിടക്കുന്നു, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നാം കണക്ക് കൊടുക്കേണ്ട ആളുകളാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനത്തോട് നാം കണക്ക് കൊടുക്കേണ്ടതായ ആളുകളാണ്. അതുകൊണ്ട് ലാഘവ ചിന്താഗതിയോടുകൂടി ആരാധനയിലും മറ്റും ഇരിക്കുന്നതായ സ്വഭാവം പരിപൂർണമായി വിട്ടുകളയണം. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ആ ഭക്തി എന്ന് പറഞ്ഞാൽ, കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്റെ ആത്മാവിൻ്റെ ശക്തിയുടെ പ്രവർത്തനം മുഖാന്തരം, നിന്റെ വചനത്തിൻ്റെ ശക്തിയുടെ കേൾവി മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ആരാധനയിലും ബൈബിൾ ക്ലാസ്സിലും എല്ലാത്തിലും നമ്മൾ ഇരിക്കേണ്ടത്. ഓക്കെ. ലോക മനുഷ്യർക്കെല്ലാം ഉള്ള മരണാനന്തര ന്യായവിധി അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. എല്ലാ മനുഷ്യർക്കും, ലോക മനുഷ്യർക്കും the final judgment is appointed. ഒരിക്കൽ മരണവും ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, എബ്രായർ 9:27 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഒരു നിയമനമാണ് എന്ത്? ന്യായവിധി. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തുണ്ടാകും? ന്യായവിധി. നമ്മൾ ഈ ഭാഗമൊക്കെ മനസ്സിലാകുന്ന സന്ദർഭത്തിൽ പിന്നീട് അല്പം വ്യത്യാസമായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ന്യായവിധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിക്ഷയ്ക്കായുള്ള ന്യായവിധി എല്ലാവർക്കും ഇല്ല. അതിന് എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവാകേണ്ടത് രക്ഷിക്കപ്പെടുന്നത് മുഖാന്തരമാണ്. ഓക്കെ, അപ്പം മാനസാന്തരപ്പെടാത്തവർക്ക് റോമാലേഖനം 2:4-8 വരെ ഒരാൾ വായിക്കാനായിട്ട് സഹായിക്കാം. റോമർ 2:4-8 വരെ. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ശരദിച്ചു വെക്കുന്നു. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മാനസാന്തരപ്പെടുന്നത് തന്നെ ദൈവത്തിന്റെ ദയയാലാണ്. നാം ഒരാളുടെ സുവിശേഷം പറയുമ്പോൾ ആ ആള് മാനസാന്തരത്തിലേക്ക് വരുന്നത് ദൈവത്തിന്റെ ദയ, കരുണ അവിടെ പ്രദർശിപ്പിക്കുന്നതിലാണ്. അതറിയാതെ ദൈവത്തിന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷന്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുന്ന, ദീർഘക്ഷാന്തി, ദൈവത്തിന്റെ ദീർഘക്ഷമ എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ഇത് പൗലോസ് ചോദിക്കുന്നത് വളരെ ഗൗരവമായിട്ട് ചോദിക്കുകയാണ്. മനുഷ്യന്യായം ദൈവത്തിന്റെ സുവിശേഷത്തോട് നിരസിക്കുന്ന ആളുകളോട് പൗലോസ് ചോദിക്കുന്നതാണ്. എന്നാൽ കേൾക്കും തോറും നിന്റെ ഹൃദയം കാഠിന്യപ്പെട്ട് അനുതാപമില്ലാത്ത ഹൃദയത്താലും ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക്, അത് ആളുകൾക്ക് വഹിക്കാനൊക്കാത്തതായ ദിവസമാണ്. നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. ചരതിക്കുക എന്ന് പറഞ്ഞാൽ കുറേശ്ശെ സൂക്ഷിച്ചു വെക്കുക. ചില ആളുകൾ ഇങ്ങനെ ചരതിച്ചു വെക്കുന്ന സ്വഭാവമുണ്ട്. അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഹൃദയം കാഠിന്യമാകും തോറും നമ്മൾ എന്താണ് ചരതിച്ചു വെക്കുന്നത്? ദൈവത്തിന്റെ കോപമാണ് ചരതിച്ചു വെക്കുന്നത്. ആ കോപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നീതിയുള്ളതായ വിധി. ദൈവത്തിന്റെ കേവലം മറ്റുള്ള ജഡ്ജിമാര് ചെയ്യുന്ന രീതിയല്ല, ദൈവം നീതിയുടെ അടിസ്ഥാനത്തിലാണ്. റൈറ്റ്വസ് ജഡ്ജ്മെന്റ് ഓഫ് ഗാഡ്. ഓക്കെ, 6-ാമത്തെ വാക്യം. അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ഷാഢ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഇത് മതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സുവിശേഷം പറയുന്ന ആളുകൾക്ക്, അവർക്ക് അത് സ്വീകരിച്ച് താല്പര്യത്തോടു കൂടി കേട്ട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ അവർക്ക് എന്ത് ലഭിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? നിത്യജീവൻ ഉണ്ടാകും. എന്നാൽ ഇത് വേണ്ട എന്ന് ദുശാഠ്യം കാണിച്ച് സത്യത്തെ അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് എന്തുണ്ടാകും? കോപവും ക്രോധവും കൊടുക്കും. അതെന്ന് പറഞ്ഞാൽ ഒടുവിൽ നടക്കുന്ന സംഗതിയാണ്. അപ്പൊ എല്ലാം ഒറ്റ ലെവലിൽ അങ്ങ് വായിച്ചങ്ങ് പോകരുത്. ഓക്കെ, നമ്മുടെ സമയം ഒക്കെ ഈ ഒരു വാക്യം കൂടെ ഭാഗം നമുക്ക് പ്രത്യാശയുള്ളതായ സംഗതിയുണ്ട്. രക്ഷിക്കപ്പെട്ടവർ, അതായത് വീണ്ടും ജന്മം പ്രാപിച്ചവർ ശിക്ഷാവിധിയിൽ നിന്ന്, ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവായി. Those who are saved or those who are born again are exempt. Except എന്നല്ല, exempt, EXEMPT. Except എന്ന് പറയുന്നത്, exempt എന്ന് പറയുന്നത് രണ്ട് സംഗതിയാണ്. Exempt from condemnation. റോമാലേഖനം 8:1 ഈ ഭാഗം മുതൽ അടുത്ത ആഴ്ച. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശിയുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഓക്കെ, അതിന് ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വിശദീകരണം അടുത്ത പ്രാവശ്യം ഞാൻ പറയാം. There is therefore now no condemnation. ഇത് ന്യൂ കിങ് ജെയിംസ് വേർഷനുള്ളതാണ്. കിങ് ജെയിംസും എക്സാക്ട്ലി സെയിം തന്നെയാണ്. There is therefore now no condemnation to those who are in Christ Jesus. അതിന്റെ ഒടുവിലത്തെ ഭാഗം നമ്മുടെ മലയാളം ട്രാൻസ്ലേഷൻ ഇല്ല. മലയാളം ട്രാൻസ്ലേഷൻ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ വിശദീകരണം എന്താണെന്ന് കർത്താവ് വരാൻ താമസിച്ചാൽ വരുന്ന ചൊവ്വാഴ്ച, തിങ്കളാഴ്ച അല്ല, നാളെ
നമ്മുടെ ഡോക്ടർ സാക്ക് വർക്കീസ് എൻ്റെ ആ സെഷൻ്റെ സമയത്ത് അദ്ദേഹം പഠിപ്പിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കടന്നു വന്ന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് വർഗീസിനോട് നന്ദിയെയും സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് പഠിക്കുവാൻ കടന്നു എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. നമ്മളുടെ പാസ്റ്റർ ലാലുവും വൈഫും ഇവിടെ ഡാളസിലുണ്ട്. അദ്ദേഹം ഇന്ന് വൈകിട്ട് ദൈവഹിതമായാൽ മടങ്ങി ഖത്തറിലേക്ക് പോകും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സ്നേഹത്തിനുമായി നന്ദി. ഇന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ നമ്മൾ ചെറിയ ചേഞ്ച് ഉണ്ടായിരുന്നു. നാളെ ഡോക്ടർ സാക്ക് വർഗീസ് അദ്ദേഹത്തിന്റെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. നമുക്ക് ഇന്ന് രാത്രി കാലം പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ കടന്നു പോകാം. ദൈവമായ കർത്താവിത്രത്തോളം നമ്മളെ സഹായിച്ചു. കർത്താവിന്റെ ദാസനോട് നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം കടന്നു വന്ന് വരം പഠിപ്പാൻ നിങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. എന്റെ ദാസനെ നീ ഉപയോഗിച്ചതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ട വചനങ്ങൾ ശ്രദ്ധയോടെ സംഗ്രഹിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ. അങ്ങേക്ക് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ നിന്റെ മക്കളെല്ലാം നീ സഹായിക്കണമേ. രാത്രികാലം അവിടുത്തെ കൃപയിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. എന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറച്ചുകൊള്ളണം. ഞങ്ങൾ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവനാമത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടെ ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥനയായിട്ടിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മുടെ ഓരോരുത്തരോടുകൂടെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളോടുകൂടെയും നമ്മുടെ ബൈബിൾ കോളേജിലൂടെയും മുതലെന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തയേശുവിൽ ചെന്ന് കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. നാളെ നമുക്ക് കാണാം. കർത്താവ് സഹായിക്കട്ടെ. പാസ്റ്റർ ലാലുവിന്റെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജിനോടുള്ള നന്ദിയെയും സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. God bless you. Hallelujah, hallelujah, hallelujah.